ഡേ 5 അല്ലേ? അതെ. Today is Gulmarg Day. Cable car day. Let's go. And today is the last day too. ഇതിലൊന്ന് നാളെ നമ്മൾ തിരിച്ചു പോകാം. കേരളത്തിലെ ചൂട് ഞാൻ മിസ് ചെയ്യുന്നു. ആ ഉരുകുന്ന 32 ഡിഗ്രി സെൽഷ്യസ് ചൂട്. അവിടെ ചെന്നിട്ടാണ് ചൂടത്തിരിക്കാൻ. ഇവിടെ വൺ ഹെല്ല കോൾഡാണ്. വേണ്ട ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ലെയറപ്പ് ചെയ്ത ജാക്കറ്റ് ഇല്ലെങ്കിൽ സീനില്ല, പക്ഷെ ഗ്ലൗസ് വാട്ടർ പ്രൂഫ് വാങ്ങണം, അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. ഇതേതോ ഇത് നോർമൽ കോട്ടൺ ഗ്ലൗസാണ്. അത് പോരാ നമ്മുടെ കൈ വാമായിട്ട് വെക്കാൻ. സോ നമ്മൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ബാക്കി തെർമൽസ്, അടിയിലൊരു തെർമൽസ് ഇടണം, അതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സെറ്റോ ഫ്ലീസ് അതുപോലെ എന്തെങ്കിലും ഇടണം. അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളുടെ ഔട്ട്ഫിറ്റ് അത്രയും മതി. ലെയറപ്പ് ചെയ്താൽ മതി, ബോഡി വാമായിട്ടിരിക്കും. അടിയിലും അതുപോലെ തന്നെ പാൻറ്റും തെർമൽസ് ഇടണം, മുകളിൽ ജീൻസ് ആൻഡ് സോക്സ്. ഞാൻ 2 സോക്സ് ഇട്ടിട്ടുണ്ട്, ഒരു തെർമൽ സോക്സും ഒരു നോർമൽ സോക്സും. അതുകൊണ്ട് അത്രയും ഭാഗം വാമായിട്ടായിരിക്കും ഇരിക്കുക. ബട്ട് ഹാൻഡ്സ് നമ്മൾ വാട്ടർ പ്രൂഫ് ഗ്ലൗസ് വാങ്ങിച്ചില്ല. എസ്പെഷ്യലി മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേന് നമുക്ക് മഞ്ഞിലൊക്കെ ആ സമയം നമ്മുടെ ഹാൻഡ്സ് ഭയങ്കര കോൾഡാവും. അപ്പോൾ എന്താക്കണം, വാട്ടർ പ്രൂഫ് ഗ്ലൗസ് മസ്റ്റായിട്ട് വാങ്ങണം. അത്രേ ഉള്ളൂ. ബാക്കി ഇത്ര ഇതുപോലൊക്കെ തന്നെ മതി. യു ക്യാൻ സർവൈവ് ദ കോൾഡ്. ഓൾസോ മോയ്സ്ചറൈസർ അതൊരു മസ്റ്റാണ്. ലിപ് ബാം മസ്റ്റാണ്. ബിക്കോസ് നമ്മുടെ ഫേസ് ആൻഡ് ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആകും തണുപ്പത്ത്. എൻ്റെ മൂക്കിൻ്റെ ഇവിടെ മുറിഞ്ഞിട്ടാണ് ഉള്ളത്, തണുപ്പിടിച്ചിട്ട് ചെറുതായിട്ട് തൊലി പോയി. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കം ടു എക്സ്ട്രീം കോൾഡ് വെതേഴ്സ്, പ്രിക്കോഷൻസ് മസ്റ്റായിട്ട് എടുക്കണം. കഴുത്ത് കവറായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഞാൻ. കഴുത്ത് കവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം മസ്റ്റാണ്. ഒരു സ്കാർഫ് അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ അപ്പോഴും കഴുത്ത് വാമായിട്ടിരുന്നാൽ ഒരു സുഖമാണ്. കഴുത്തിലൊക്കെ തണുപ്പടിക്കുമ്പോഴാണ് നമുക്ക്. അതുപോലെ ചെവി കവർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾസോ നമുക്ക് അക്ലമറ്റൈസേഷൻ, ഐ മീൻ ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവുന്നല്ലോ. അതായത് നോസിയ ഉണ്ടാവും, ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. AMS ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ വല്ല പാരസെറ്റമോളോ വാട്ടറോ കരുതുന്നത് നല്ലതായിരിക്കും. അവർ വണ്ടിയിൽ വേസ്റ്റ് ആകുമായിരിക്കും. ഓഫാക്കി വെച്ചോ. Right. Good luck.
हाँ सच्ची ओले ले दूर ओले ले लड़े उसको അയാൾ ഒരാൾ മാത്രമുള്ളൂ. നമ്മളെ കൂടെ എടുക്കും ശരിയേ. ആണ്ടമ്മേ മഞ്ഞ്. ഏറ്റവും മുകളിലത്തേതാണ് ഏറ്റവും ടോപ്പ്. അവിടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാല് ഫേസ് 2. ഫേസ് 2 അങ്ങ് അറ്റത്ത് കാണുന്ന കണ്ടോ ആ ചെറിയ കെട്ടിടം അവിടെ മുഴുവൻ സ്നോയാ. എന്നാലും നമ്മള് മഴയത്ത് പോയപ്പോഴത്തേനും ഒരുമാതിരി ഇവിടെ ആളുകൾ ഇറങ്ങാത്തോണ്ട് ആ മൂളെല്ലാം ഇനി ചെളി പിടിച്ചായിരിക്കും. ഇതൊക്കെ നല്ല വെള്ള കളറാണ്. പൊടി പൊടി പോലെ നേരെ ഷൂട്ട് ചെയ്യേച്ചി. നേരെയാണോ? ഇവിടെ ആളുകൾ നടന്നു പോയിട്ടുണ്ട്. അതാണ്ട് അത് കാൽപ്പാടാണോ കാണുന്നത്? അതെങ്ങനെ എവിടെയോ താമസിക്കുന്നവരുമല്ലോ ആയിരിക്കും അല്ലേ? താമസിക്കുന്നവരോ ആളുകൾ പട്ടാളക്കാരോ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ ഗുൽമാർഗിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്നോമാന് ഇവിടുത്തെ സ്നോ നല്ല രസമുണ്ട്. ഈ ചെളി മൊത്തം നമ്മളുടെ ഷൂവിൻ്റെ അടിയിൽ നിന്ന് പറ്റിയതാണ്. ഒരു 5-10 മിനിറ്റ്സ് ഉദ്ദേശിച്ച സാധനം. അത്ര മതിയടി, എത്ര വലുപ്പം ഹാർട്ട് അത് മനസ്സിലാവുന്നുണ്ടോ? ആ ഇല്ലേ ചെറിയ വീഡിയോ ഒക്കെ വീഡിയോ എത്ര വീഡിയോ തന്നെ വീഡിയോ എടുക്കുന്നേ പറ. I made this snow heart for you. ഹാർട്ടൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. മനസ്സിലാവുന്നില്ല. അവർ ഫസ്റ്റ് സ്നോമാൻ റെമിലുവാ. ചിലരൊക്കെ താഴത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ഊർന്നിറങ്ങി പോകുന്നു. ആൾക്കാർ നടന്നിറങ്ങുന്നത്. അതവരെങ്ങനെ ഇറങ്ങി പോകുന്നത്? ഇതൊക്കെ ഇറങ്ങാതെയോ? കിലോമീറ്റർ അല്ലേ? ആ ചേട്ടൻ കണ്ടോ സ്കേറ്റിംഗ് ഉണ്ടോ, സ്കീ ഉണ്ടോ? ആ ചേട്ടൻ മറ്റേ കാല് വെച്ച് ഈ ഷൂ വെച്ച് തന്നെ പോകുന്നു നിന്നോണ്ട്. ആ ചേട്ടനാണെങ്കിൽ കാല് വെച്ച് തന്നെ പോയി നൈസായിട്ട്. അവര് കൊറേ പ്രാവശ്യം ഇറങ്ങി കാണും. ഇവിടുത്തെ മറ്റേ ഷെപ്പേർഡ് വല്ലതായിരിക്കും. ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? ഇങ്ങനെ ഇതിങ്ങനെ പോയാൽ കറക്റ്റ് ആയിട്ട് എത്തുന്നുള്ള ഐഡിയ. അതൊക്കെ പിന്നെ ഒരാളൊക്കെ ഉള്ളപ്പോ ചെയ്ത. ആഫ്റ്റർ ഗുൽമാർഗ്
ഗുൽമാർഗിന്റെ ഇവിടെ പക്ഷെ അധികം തണുപ്പില്ലായിരുന്നു കേട്ടോ സോനാമർഗിനെ അപേക്ഷിച്ച്. മേ ബി ഐ ചേഞ്ച് മൈ ഗ്ലൗസ് ടു വാട്ടർ പ്രൂഫ് വൺ. മേ ബി ദാറ്റ്സ് വൈ. നല്ല തണുപ്പില്ല, പക്ഷെ പൊതുവെ എല്ലാവരും പറഞ്ഞത് വലിയ തണുപ്പില്ലായിരുന്നു. നമ്മൾ മഞ്ഞിൽ കളിക്കുകയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ എന്നിട്ടും പക്ഷെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ലൈക്ക് പ്രോപ്പറായി ലെയർ അപ്പ് ചെയ്താൽ ദെൻ യു ക്യാൻ ഹാവ് ഓൾ ദ ഫൺ. അതർവൈസ് നമ്മളിവിടെ നിന്ന് ഏത് കടയിൽ നിന്ന് ഗ്രീൻ പഞ്ചാബി ധാബ ഹിയർ ഇവിടുന്ന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് മാഗി കഴിച്ചു. ഇവിടെ ലേസിന്റെ ഹൽദിറാംസിന്റെ ലാൽ ചൗക്ക് something for some shopping. ഞാനിങ്ങനെ പല ആംഗിളിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലായി സൈഡിൽ നിന്ന് വരുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ് തണുപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നല്ല വെയിലാണ്. ഞാൻ ഇവിടുത്തെ പട്ടീനെയൊക്കെ കണ്ടോ, ഡോഗിനെയൊക്കെ നോക്കുന്നല്ലോ, ഒരു ഭയങ്കര വലുപ്പമാണ്. നമ്മുടെ പട്ടി ഇതൊക്കെ പറഞ്ഞാൽ ചെറുതായിരിക്കും. ബിഗ് ഡോഗ്. തണുപ്പിന്റെ ഏത് പട്ടിയാണ് ഇങ്ങനെ വിളിച്ചാൽ നോക്കൂ. ദിസ് ഈസ് ആൽഫ ഡോഗ്. വേറൊരു ഡോഗ് ഉണ്ടായിരുന്നു, ഈ ഡോഗിനെ കണ്ടപ്പം അത് പോയി. ഹാരി പോട്ടറിനകത്തെ തൊപ്പിയല്ലേ. ബൈ ഫ്രം ഗുൽമാർഗ്. ലാസ്റ്റ് ഡേ ഹിയർ. അതിന്റെ ഇടയിൽ സീൻ ആന്റണി 2 തവണ സ്ഥലം വാങ്ങിച്ചു മലയുടെ മുകളിൽ. ഞാനും മറ്റേ ഗാർഡനില് രണ്ട് തവണ സ്ഥലം വാങ്ങിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഐ ഗസ് മഞ്ഞുമലല്ലേ, ഞാൻ മഞ്ഞു. നടന്നോ? വാട്ട് ഈസ് ബലനോ? ആരുടെ ബലനോ ഉള്ളേ? My friend got a Baleno. Okay. I love that car. കയറിയാണ് ഗൈസ്. അവിടെ ഇവിടെ അത് നല്ല അടിയാ. ഇല്ലാത്തത് ആ സാധനം ഇല്ലാത്തത് നല്ലതാ. Bye bye Gulmarg. അങ്ങനെ ഫൈനലിൽ നമ്മൾ വണ്ടിയുടെ അടുക്കലെത്തി ഗൈസ്. കൊളാക്കി കൈയിട്ട് വീഡിയോ എടുത്തിടായി. നമ്മൾ ഇന്ന് 4-leaf clover കണ്ടുപിടിച്ചു, which can be found only in 1 in 5,000 or 1 in 10,000. We are so lucky. അങ്ങനെ ഗൈസ് പാമ്പേഴ്സിനൊപ്പം ആകെ ചായ കുടിക്കുന്നു. ഇന്നത്തെ ലാസ്റ്റിലത്തെ ചായ കുടിയ അല്ല ഇവിടെ നിന്ന് ലാസ്റ്റ്
dikasih patata. Lagi harus mau itu draus garis. ആകെ ദിവ്യപ്രകാശത്തില് ഓ ആകെ ഗോൾഡൻ ഗ്ലോ ആ സൈഡിൽ പിടിച്ച് കിട്ടും എന്റെ മുത്ത് വെച്ചിട്ട് നോക്ക് 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 ബൈ ബൈ Of the കാശ്മീർ. saffron capital of India is the board.